ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അഡ്വക്കേറ്റ് അഞ്ജലി സീരിയലിന്റെ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അഞ്ജലിയും അർജുനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അർജുൻ പറയണ്ട, അഞ്ജലി താൻ പോയിക്കോ, സമയം എത്രയായില്ലേ, ഇവിടെ ഞാനുണ്ടല്ലോ. ശരി രാജീവ് എന്ന് പറഞ്ഞിട്ട് അഞ്ജലി അവിടെ നിന്ന് പുറത്തേക്ക് പോവാട്ടോ. അർജുൻ അവിടെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് അമ്പാടിയാണെങ്കിൽ അകത്ത് ഫിക്സ് വന്ന അവസ്ഥയിൽ വായേന്ന് നൂരയും പതയൊക്കെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ അതായത് കട്ടിൽ നിന്ന് ഇങ്ങനെ മറിഞ്ഞു വീഴാൻ വേണ്ടി പോകുന്ന സമയത്ത് തന്നെയാണ് അർജുൻ ഡോർ തുറന്ന് അകത്തേക്ക് കയറുന്നത് കേട്ടോ. അയ്യോ അമ്പാടി, എടാ അമ്പാടി, അയ്യോ ദൈവമേ, സിസ്റ്റർ സിസ്റ്റർ ഒന്ന് ഓടി വരണേ, അമ്പാടി എടാ അമ്പാടി എന്ന് പറഞ്ഞ് വിളിക്കണം. അപ്പോഴേക്കും സിസ്റ്റർ വരുന്നുണ്ട്. നിങ്ങളൊന്ന് മാറി തന്നെ, മാറി നിൽക്കുക അവിടുന്ന് എന്ന് പറഞ്ഞിട്ട് സിസ്റ്ററെ പിടിച്ച് മാറ്റി, സിസ്റ്റർ അർജുനെ പിടിച്ച് മാറ്റിയിട്ട് അമ്പാടിനെ പരിശോധിക്കണം. അപ്പൊ അമ്പാടിനെ വീണ്ടും വീണ്ടും അർജുൻ എടാ അമ്പാടി അമ്പാടി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നിങ്ങളുടെ തന്നെ പറഞ്ഞ മിണ്ടാതിരിക്കാനായിട്ട്, നോക്കട്ടെ ഡോക്ടർ ഡോക്ടർ എന്ന് പറഞ്ഞ ഡോക്ടറെ വിളിക്കാണ്. ഡോക്ടർ വന്ന് പരിശോധിക്കുന്നുണ്ട്. പരിശോധനിച്ചതിന് ശേഷം അപ്പോഴേക്കും നമ്മൾ അമ്പാടിയുടെ വായിൽ നൂരയും പതയൊക്കെ തുടച്ചു നീക്കുന്നുണ്ട്. പിന്നെ ഒന്ന് സ്റ്റേബിൾ ആവുന്നുണ്ടാണ്. ആ ഡോക്ടർ പറയുന്നുണ്ട് പേടിക്കാനൊന്നുമില്ല, ഫിക്സ് വന്നതാണ്, തലക്ക് നല്ല രീതിയിൽ അടി കിട്ടിയിട്ടുണ്ടല്ലോ, അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഫിക്സ് വന്നത്, പേടിക്കാനൊന്നുമില്ല, മരുന്ന് കൊടുത്തിട്ടുണ്ട്, ഓക്കെ ആയിക്കോളും എന്ന് പറയാണ്. അപ്പോഴാണ് അർജുന ഒരു സമാധാനം ആവണം കേട്ടോ. അതിനുശേഷമാണെങ്കിൽ പിന്നീട് അഞ്ജലി തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട്. വീട്ടിലേക്ക് അഞ്ജലി വരുമ്പോഴേക്കും അവിടെ നമ്മുടെ ഇന്ദിരമായി, ആര്യയും ശ്യാമളയും ശിവരാമകൃഷ്ണനും മധു അതുപോലെ തന്നെ കുഞ്ഞപ്പനും എല്ലാവരും അവിടെ ഇങ്ങനെ നിൽക്കാട്ടോ. അഞ്ജലി വരുമ്പോഴേക്കും എല്ലാവരും വളരെ വിഷമത്തോടു കൂടി തന്നെ അഞ്ജലി എടുത്ത് ചോദിക്കേണ്ട അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായി എന്ന് ചോദിക്കാണ്. അഞ്ജലി പറയണ്ട് അവിടെ രാജുവിന്റെ ആ കൂട്ടുകാരനുണ്ടല്ലോ അമ്പാടി, അയാളുടെ ജനറൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ടല്ലോ, ഇപ്പൊ അപകടാവസ്ഥ തരണം ചെയ്തു, പക്ഷെ മെന്റലി അയാൾ ഓക്കെ ആയിട്ടില്ല എന്ന് പറയാണ്. അല്ല പത്മ എന്ന് ചോദിക്കുമ്പോഴേക്കും പത്മയുടെ ഡെഡ് ബോഡി മോർച്ചറിയിലാണ്, നാളെ പോസ്റ്റ്മോർട്ടം നടക്കുള്ളൂ എന്ന് പറയുമ്പോഴേക്കും ആര്യ പൊട്ടിക്കരയാണ്. ആര്യ പൊട്ടിക്കരയുമ്പോ എന്തിനാ പറയണ്ടോ, അവളുടെ ഒരു കരച്ചില് നോക്ക്, എടി മരിച്ചതേ വെറും ഒരു വേലക്കാരത്തി, നമ്മുടെ സ്വന്തമോ ബന്ധവോ ഒന്നുമല്ല, പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും ആര്യ പറയുന്നുണ്ട്, അമ്മക്ക് അവൾ ആരും അല്ലായിരിക്കും, പക്ഷെ ഈ വീട്ടിലെ ബാക്കിയുള്ളവർക്ക് അങ്ങനെയല്ല, എനിക്കും അഞ്ജലിക്കും ഞങ്ങളുടെ കുഞ്ഞനിയത്തിയാണ് അവള്, അഞ്ജലി എനിക്ക് അവളെ നാളെ ഒന്ന് കാണണം എന്ന് പറയുമ്പോഴേക്കും ശ്യാമള പറയുന്നുണ്ട്, ആര്യക്ക് മാത്രല്ല മോളെ എനിക്കും കാണണം, എനിക്കും പത്മേനെ അവസാനമായിട്ട് ഒന്ന് കാണണം മോളെ എന്ന് ശ്യാമള പറയാണ്. അതിനുശേഷം ശ്യാമൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് അഞ്ജലിയുടെ അടുത്ത് പറയുന്നുണ്ട്, മോളെ നിനക്ക് ഓർമ്മയുണ്ടോ, നീ പത്മേനെയും കൂട്ടിക്കൊണ്ട് ഇവിടുന്ന് അവസാനമായിട്ട് പടിയിറങ്ങിപ്പോയ ആ ദിവസം എന്നിങ്ങനെ പറയുമ്പോഴേക്കും അഞ്ജലി ആ ദിവസത്തെ കുറിച്ച് ആലോചിക്കുകയാണ്. അന്ന് വിളക്കൊക്കെ കൊളുത്തിയിട്ട് ഇവർ പടിയിറങ്ങാൻ വേണ്ടി പോകുന്ന ആ ഒരു സമയത്ത് പെട്ടെന്ന് വിളക്ക് കെട്ടുപോയായിരുന്നു. അയ്യോ അവശകനുമാണല്ലോ എന്ന് ശ്യാമള പറയുകയും ചെയ്തു. അത് ശ്യാമള പറയുന്നുണ്ട്, അന്ന് ആ വിളക്ക് അണഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞതല്ലേ അവശകനുമാണെന്ന്, അതുപോലെ തന്നെ സംഭവിച്ചല്ലോ എന്ന് പറയുമ്പോഴേക്കും അഞ്ജലി പെട്ടെന്ന് പൊട്ടിക്കരയാട്ടോ. ഇത് കേട്ട് ശിവരാമ പറയണ്ട, മതി ശ്യാമളെ കുറ്റപ്പെടുത്തത്, അവശകയോട് പറഞ്ഞ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയത് മതി എന്നിങ്ങനെ പറയാണ്. ശിവരാമൻ പറയുന്നുണ്ട്, അല്ല മോളെ ഈ പത്മേനെ നീ ഇവിടുന്ന് മാറ്റുന്ന കാര്യം, തേങ്ങാപ്പട്ടണത്തിലാക്കുന്ന കാര്യം നമുക്ക് നിനക്കും പത്മക്കും എനിക്കും ആര്യക്കും മാത്രമേ അറിയുള്ളൂ, വേറെ ആർക്കും നമ്മൾ ഈ കാര്യം പറഞ്ഞിട്ടില്ല, ഈ നിൽക്കുന്ന മധുവിനോടും കുഞ്ഞപ്പനോടും പോലും പറഞ്ഞിട്ടില്ല, പിന്നെ ഈ കാര്യം എങ്ങനെ ലീക്കായി പോയി എന്ന് പറയുമ്പോഴേക്കും കുഞ്ഞപ്പൻ പറയണ്ട, അതെ ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്, ഞങ്ങൾക്ക് പോലും അറിയില്ലായിരുന്നു പത്മ ഇവിടെ ഇല്ലാത്ത കാര്യം, പിന്നെ ഈ കാര്യം എങ്ങനെയാ ലീക്കായി പോയത്, ആരോ കൂടെ നിന്ന് ഒറ്റിയിട്ടുണ്ട് എന്ന് കുഞ്ഞപ്പൻ പറയാണ്. ഇത് കേൾക്കുമ്പോഴേക്കും എന്തിനാ ഈശ്വര ഇവരെങ്ങനെ എന്നെ കണ്ടുപിടിക്കോ, അതോടെ തീർന്നു, ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് പറഞ്ഞിങ്ങനെ ആലോചിക്കുകയാണ്. ശിവരാം പറയണ്ട, അതേ മോളെ നമ്മുടെ കൂട്ടത്തിൽ അങ്ങനത്തെ ഒരു ഒറ്റുകാരനോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിക്കണം, അവരെ വീടിനെ പുറത്താക്കണം മോളെ എന്ന് പറയാണ്. ഇത് കേട്ട അഞ്ജലി ശരി അങ്ങനെ ചെയ്യാച്ച എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് വരുവാണ്. ശ്യാമള പണ്ട് മോൾ അകത്തേക്ക് വാ, ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞിട്ട് അഞ്ജലിനെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവാട്ടോ. ഇന്ദിരയാണ്. അപ്പൊ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്, ഇന്ദിര മാത്രം അവിടെ ഉള്ളൂ. ഇന്ദിര മനസ്സിൽ വിചാരിക്കാണ്, ഈശ്വര ഇനി ഇതിന് പിന്നിൽ അവളായിരിക്കും ആ അനുപമ, എടി അനുപമ പിശാശെ നീയാണോടി ഇതിനെല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞിട്ട് ഇന്ദിരാമായി അപ്പൊ തന്നെ ഫോൺ എടുത്ത് അനുപമനെ വിളിക്കാട്ടോ. അനുപമ ആ സമയത്ത് ഉറങ്ങിയിട്ടൊന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. മുഖത്തടിച്ചതൊക്കെ ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് അനുപമ കേട്ടോ. ആ സമയത്താണ് നമ്മുടെ ഇന്ദിര വിളിക്കുന്നത്. അപ്പൊ ഇന്ദിര വിളിക്കുന്ന സമയത്ത് നമ്മുടെ അനുപമ എന്തിനാണാവോ ഇനിയിപ്പൊ അമ്മായി വിളിക്കണത് എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ അമ്മായി, എടി അനുപമേ നീ ഇപ്പൊ എവിടെയാ? ഞാൻ വീട്ടിലുണ്ട്. എടി അനുപമേ പത്മക്കൊച്ചിനെ കൊന്നത് നീയാണല്ലേ? ഞാനോ? ഇത് അമ്മായിടുത്ത് ആര് പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും പറയടി നീ അല്ലടി ആ പത്മക്കൊച്ചിനെ കൊന്നത്, അമ്മായി വെറുതെ അനാവശ്യം പറയരുത്, എന്നിട്ട് നീ തന്നെയടി ഇപ്പൊ എന്നോട് പറഞ്ഞത്. ഞാനെന്ത് പറഞ്ഞു? അല്ല ആരാണിത് പറഞ്ഞത്? അപ്പൊ അതിനർത്ഥം നീ അത് ചെയ്തു എന്നല്ലേ?
ഞാൻ മനസ്സാ വാച അറിയാത്ത കാര്യങ്ങളാ അമ്മ ഈ പറയുന്ന കേട്ടോ. എനിക്കതിൽ യാതൊരു പങ്കുമില്ല. സത്യമാണല്ലോ അല്ലേടി പെണ്ണെ. ദേ ഇനിയിപ്പൊ സത്യമല്ലെങ്കിലും സത്യമാണെങ്കിലും നീ എന്നെ അങ്ങനെ ഒറ്റക്കൊടുത്താലുണ്ടല്ലോ. ഇല്ല അമ്മ, എന്തൊക്കെ സംഭവിച്ചാലും എന്നെ അമ്മയായിട്ട് ഒറ്റക്കൊടുക്കില്ല. എന്താ അതുപോലെ? ആ, എന്നെ മാത്രം ആശ്രയിച്ചു കഴിഞ്ഞ ഒരു പെണ്ണുണ്ട് വീൽ ചെയറിൽ, അത് ഓർത്താ മതി എന്ന് പറഞ്ഞിട്ട് ഇന്ദിര ഫോൺ വെക്കാണ്. അനുപമ ഫോൺ കട്ട് ചെയ്ത് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അവിടെ രാഘവനുണ്ട് കേട്ടോ. രാഘവനുണ്ണി ചോദിക്കണ്ട്, നീ ആരടുത്ത അനുപമ ഇപ്പൊ സംസാരിച്ചത്? ആരെയോ ഒറ്റില്ലെന്ന് പറഞ്ഞല്ലോ, ആരും ഒറ്റില്ലെന്ന് പറഞ്ഞ കാര്യമാണ് നീ സംസാരിച്ചത്. പറ, ഞാൻ പകുതി കൂടുതൽ കേട്ടിട്ടാ ഇങ്ങോട്ടേക്ക് വന്നത്. ഈ പത്മ മർഡർ കേസ് നിനക്ക് എന്താ നിനക്ക് എന്ത് പങ്കാ ഉള്ളത്? അപ്പൊ അനുപമ പറഞ്ഞ, അങ്കിള് എനിക്കൊരു പങ്കുമില്ല. ഇപ്പൊ ഞാൻ സംസാരിച്ചത് അമ്മായിടുത്ത അമ്മായിയാണ്. അഞ്ജലി രണ്ടാമത് പത്മ വീട്ടിൽ വന്നപ്പോ അവിടെ നിന്ന് തേങ്ങാപട്ടണത്തേക്ക് മാറ്റാൻ പോകുന്ന കാര്യം എന്നോട് പറഞ്ഞത്. അത് ഞാൻ കാർത്തികിനോടും അതുപോലെ തന്നെ കാവ്യനും ഇവിടെ വിളിച്ചു വരുത്തി പറഞ്ഞായിരുന്നു. അതാണ് കഴിഞ്ഞ ഇന്ന് വന്നിട്ട് അഭി എന്റെ മുഖത്തടിച്ചത്. പക്ഷെ അവരുടെ അടുത്ത് ഒരിക്കലും പത്മേനെ കൊല്ലണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പത്മ ഇതുപോലെ നാട് വിട്ടു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. നിങ്ങൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി, അതായത് പത്മേനും അഞ്ജലിനും ഒരു വെടിക്ക് തീർക്കാം. പക്ഷെ അതിനെ അവരെ ഇല്ലാതാക്കാനൊന്നും ഞാൻ പറഞ്ഞൊന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ സൗകര്യാനുസരണം എന്തെങ്കിലും ചെയ്യുന്നൊക്കെ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അല്ലാതെ അവരെ കൊല്ലാൻ ഒരിക്കലും അമ്മായി ഞാൻ പറഞ്ഞിട്ടില്ല. അങ്കളെ ഞാൻ പറഞ്ഞിട്ടില്ല അങ്കളെ എന്ന് പറയണം. അതിനുശേഷം അപ്പോ രാഘവൻ പറഞ്ഞോ, അപ്പൊ നീയല്ല ഇതിന് പിന്നിലല്ലേ? അതെ അങ്കളെ, ഞാനല്ലേ ഇതിന് പിന്നിൽ. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല അങ്കളെ. ഞാൻ അങ്ങനെ ആർക്കും ചെയ്യാനും പറഞ്ഞിട്ടില്ല. ഇത് പണ്ട് രാഘവൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് അനുഭവം പറയണ്ട. അല്ല അങ്കളെ, എനിക്കൊരു സംശയം. എന്താ? അല്ല, ഇനി കാർത്തിക്കോ കാവ്യ എങ്ങാനും ആണ് ഇതിന് പിന്നിൽ എന്ന് ചോദിക്കുമ്പോഴേക്കും രാഘവനുണ്ണി ആകെ നെട്ടി ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കാട്ടോ. അതിനുശേഷം രാവിലെ തന്നെ നമ്മുടെ അർജുന്റെ അടുത്തേക്ക് അഞ്ജലി വരുവാട്ടോ, ഹോസ്പിറ്റലിൽ അമ്പാടിനെ കാണാനായിട്ട്. അങ്ങനെ അഞ്ജലി അവിടെ എത്തുമ്പോഴേക്കും ശിവരാമ ഫോൺ വിളിക്കാണ്. ഹലോ മോളെ. അച്ഛാ പറയച്ചാ. എടി നീ പത്മേനെ കണ്ടോ? ഇല്ല അച്ഛാ, ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയുള്ളൂ. പിന്നെ കുറച്ച് നടപടിക്രമങ്ങളൊക്കെ ഉണ്ടല്ലോ അച്ഛാ, അത് കഴിഞ്ഞിട്ടല്ലേ കാണാൻ പറ്റുള്ളൂ. മോളെ, നീ പത്മേനെ കാണാൻ പറ്റുമ്പോ ഞങ്ങളെയും കൂടി ഒന്ന് വിളിക്കട്ടോ. എനിക്ക് ആ കൊച്ചിനെ അവസാനമായിട്ടൊന്ന് കാണണം. നിന്റെ അമ്മക്കും കാണണം, ആര്യക്കും കാണണം. ശരി അച്ഛാ, ഞാൻ വിളിക്കാം. ഞാനിപ്പോ ഒന്ന് അകത്തേക്ക് കയറട്ടെ എന്ന് പറഞ്ഞിട്ട് അഞ്ജലി ഫോൺ കട്ട് ചെയ്യുമ്പോഴേക്കും അവിടേക്ക് നമ്മുടെ അർജുൻ വരുവാട്ടോ. രാജീവ്, ഇപ്പൊ എങ്ങനെയുണ്ട് അമ്പാടിക്ക്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ലടോ. രാവിലെ ഞാൻ കുറച്ച് പൊടിയരിക്കന്നെ കൊടുത്തു, ഒരു ഇച്ചിരി അവൻ കുടിച്ചു. ഇപ്പൊ അവനെ ചായ പിടിക്കാൻ വേണ്ടി ക്യാൻറ്റീനിലേക്ക് പോയി വരികയുള്ളൂ. വാ, വാ അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് വിളിക്കാണ്. അങ്ങനെ അഞ്ജലി വരുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് അമ്പാടി കിടന്ന് ഉറങ്ങുമായിരിക്കും കേട്ടോ. അർജുൻ വിളിക്കുന്നുണ്ട്, എടാ അമ്പാടി, ദേ ഇത് ആരാ വന്നേക്കണേ നോക്കിക്കേ. CEO അമ്പാടി സാറിനെ കാണാൻ വേണ്ടി അഡ്വക്കേറ്റ് അഞ്ജലി വന്നിരിക്കുന്നു. അഞ്ജലി പറയുന്നുണ്ട്, ശേ രാജീവ് ഈ സമയത്താണ് ഇങ്ങനെ തമാശ പറയണത് എന്ന് പറയാണ്. അമ്പാടി കണ്ണു തുറക്കുന്നുണ്ട് കേട്ടോ. അഞ്ജലി, അമ്പാടി ഇപ്പോ എങ്ങനെയുണ്ട് അമ്പാടി? നല്ല ക്ഷീണമുണ്ട്, ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല വേദന എന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും അഞ്ജലിക്ക് വിഷമാവുന്നുണ്ട് കേട്ടോ. അർജുൻ പറയുന്നുണ്ട്, പിന്നെ എങ്ങനെ വേദന ഇല്ലാതിരിക്കും? അമ്മാതിരി അടിയല്ലേ അവരടിച്ചത് എന്ന് പറയുമ്പോഴേക്കും അഞ്ജലി ചോദിക്കേണ്ട, അമ്പാടി ഞാനൊരു കാര്യം അമ്പാടി അടുത്ത് ചോദിച്ചോട്ടെ, അന്ന് ശരിക്കും എന്താ അമ്പാടി സംഭവിച്ചത് എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് അമ്പാടി അന്ന് നടന്ന സംഭവങ്ങളൊക്കെ പറയാൻ വേണ്ടി തുടങ്ങുക കേട്ടോ. അന്ന് അമ്പാടിയും പത്മയും കൂടി അന്ന് അവിടെ തേങ്ങാപ്പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ടതും അവിടെ നിന്ന് നങ്ക് കഴിച്ചതും തിരിച്ച് കുപ്പിവള മേടിച്ചു കൊടുത്തതും പിന്നെ വണ്ടി കയറിയതും വരെ നമ്മളെ കാണിച്ചല്ലോ. അത് കഴിഞ്ഞിട്ടുള്ള ഭാഗം കാണിക്കുകയാണ്. അവരങ്ങനെ കുറച്ച് ദൂരം സഞ്ചരിക്കുമ്പോഴേക്കും കുറച്ച് ഗുണ്ടകൾ ഇവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ആ ഗുണ്ടകൾ അവർ ചൂണ്ടിക്കാണിച്ച് പറയുന്നുണ്ട്, എടാ ഇവർ രണ്ടുപേരും ജീവനോടെ വെറുതെ വിടാൻ പാടില്ല, ആ പെണ്ണിനെ കൊല്ലണം, ഇവനെ വല്ല റെയിൽവേ ട്രാക്കിൽ തള്ളിയേക്ക്, നമ്മുടെ സാറ് അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, ഇവര് കോടതിയിൽ ഒരിക്കലും എത്തരുത് എന്ന് പറഞ്ഞിട്ട് അമ്പാടിനെ പിടിച്ചു മാറ്റിയിട്ട് പത്മേനെ പിടിക്കാൻ വേണ്ടി പോകുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.